കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആൽവിൻ അയർലൻഡിലേക്ക് തിരിച്ചു പോവാണേ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റെസിപ്പി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീഫ് വെച്ചിട്ട്. പക്ഷെ അത് ഇപ്പോൾ ഇനി ഉണ്ടാക്കാൻ ടൈമില്ല. ഇങ്ങനെ പനിയും നീരുവീഴ്ചയൊക്കെ വന്നായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നേ. അതെന്തായാലും നടക്കാത്ത സ്ഥിതിക്ക് ഞാൻ ബീഫ് മേടിച്ചു. അതെ, ബീഫ് കറി, എൻ്റെ വക ഒരു ബീഫ് കറി വെക്കാം എന്ന് വിചാരിച്ചിട്ട് ബീഫ് മേടിച്ചത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി മീറ്റ് മസാല ഇടന്ന് ഇട്ടേക്കണത്. ഇഞ്ചിയും പച്ചമുളകും സവോളയും മീറ്റ് മസാല ഇട്ടു. മീറ്റ് മസാല ഇട്ട് ഞാൻ വേവിക്കൽ കുറവാണ്. ഇന്നെന്തായാലും നമുക്ക് ഈ സ്റ്റൈലിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അതേ വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെക്കുകയാണ്. സ്റ്റീവൻ ഗ്രേസൊക്കെ സ്കൂളിൽ പോയി. അവിടെ ചേച്ചി ഒരു മിനിറ്റ്, അവിടെ ചേച്ചി അവിടെ തകൃതിയായ കുക്കിംഗ് ആണ്. അതിന് വേണ്ടിയുള്ള ബാക്കി കുക്കിംഗ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും മിഡുമാൻ്റെ വക ആൽവിന് ബീഫ് കറി ആക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുക്കിംഗ് നമുക്ക് തുടങ്ങാം. ഇനി കുറേ പണികളൊക്കെ ഉണ്ട്. പണികളൊക്കെ ചെയ്യാൻ പോണേ ഉള്ളൂ. സ്കൂളിലൊക്കെ അവരെ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ലഹളയായിരുന്നു ഇത്രയും നേരം. മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കണം, തുണിയൊക്കെ വിരിച്ചിടാനുണ്ട്, കഴുകാൻ കുറച്ചിടാനുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ ഇല്ല, കുറച്ച് കഴിയുമ്പോൾ എത്തുള്ളൂ. അപ്പം എന്തായാലും വേഗം കുക്കിങ്ങും ക്ലീനിങ്ങും ബാക്കി പരിപാടികളൊക്കെ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പം എല്ലാവർക്കും വൈഡ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബീഫ് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബീഫിനുള്ളത് റെഡിയാക്കിയിട്ടുണ്ട്. സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുള്ളിയാണെങ്കിൽ ഇച്ചിരി നല്ലതാണ്, പക്ഷെ ഞാൻ സവോളയാണ് എടുത്തേക്കണത്. ഇനി നെക്സ്റ്റ് സർലാസിനുള്ളത് ഒന്ന് കട്ട് ചെയ്തിടാം. അപ്പം അങ്ങനെ തൈരൊക്കെ ഇട്ടിട്ടുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനേ മിൽമയുടെ കേടാണ് കേട്ടോ, സ്ലിം എന്ന് പറഞ്ഞാൽ ഈ കേടും പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ ഈ കേടാണ് യൂസ് ചെയ്തേക്കണേ. ഇത് ഫുള്ള് ഇട്ടു, ഇതൊരു ഇച്ചിരി ബാക്കിയുണ്ട്. ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ചെറിയ പുളി ഉണ്ടാവും, പക്ഷെ ഇതിന് പുളിയില്ലല്ലോ. അപ്പം അതന്നെ നല്ല അടിപൊളിയാണ്. ഇത് മാത്രം ഇട്ടാലും അടിപൊളിയാണ്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കണത്. വെള്ളം കാര്യങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണേ. അത് നമ്മൾ കഴിക്കുന്ന നേരമാകുമ്പോഴേക്കും നല്ല തണുത്ത് നല്ല സൂപ്പറാവും. അപ്പോൾ ആ ഒരു ഫ്രിഡ്ജിൻ്റെ തണുപ്പിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അപ്പോഴേക്ക് ബീഫിന് വേഗം ഒന്ന് റെഡിയാക്കി എടുക്കാം. ബീഫ് വെന്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനൊന്ന് ഗ്രേവി ഉണ്ടാക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം.
സൂപ്പർ. എനിക്ക് സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. 2-3 ദിവസമായിട്ട് സ്മെല്ലേ ഉണ്ടായില്ല. ഇന്ന് ഞാൻ മുകളിൽ നേരത്തെ പോയപ്പോൾ അവിടുത്തെ സ്മെല്ല് കിട്ടി. ഇന്ന് ഇത് വേവിച്ചപ്പോൾ സ്മെല്ല് വന്നു. ഇത്ര ദിവസം സ്മെല്ലും ടേസ്റ്റ് ഒന്നുമില്ല. ആകെ വിഷമമായിരുന്നു. ഭക്ഷണം കഴിക്കും, എന്നാലും ഒരു സംതൃപ്തി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടി. ഭാഗ്യം. കാരണം കുറേ ദിവസമായിട്ട് ഇങ്ങനെ ടേസ്റ്റ് സ്മെല്ലൊന്നും ഇല്ലാണ്ടൊന്നും ഒരു സുഖം ഉണ്ടായില്ല. സൗണ്ട് ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ. മൂക്കടഞ്ഞ പോലെ ഇരിക്കണ സൗണ്ട്. അത് കുറച്ച് ദിവസമാകുമ്പോഴേക്കും 2 ദിവസം കഴിയുമ്പോഴേക്കും റെഡി ആവുമായിരിക്കും. പിന്നെ നമുക്ക് ബീഫിന് വേഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ, സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടു. അപ്പം അങ്ങനെ കറി റെഡി ആയിട്ടാ. ഞാൻ ഇടന്തും മസാല ഇടുന്നതൊന്നും കാണിച്ചില്ല. അങ്ങനെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും ഒരു തേങ്ങ വേഗം പോയി ഒന്ന് പൊതിച്ച് കൊത്തി എടുത്തിട്ടുണ്ട്. തേങ്ങക്കൊത്തും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാം. കറി നല്ല കിടിലനായി വരും. അപ്പോൾ ഈ ചാറിലൊക്കെ കിടന്ന് ആ തേങ്ങക്കൊത്തും കൂടി ഒന്ന് വേകുമ്പോൾ കറി അടിപൊളിയായിട്ട് വരും. ഇന്ന് ഭയങ്കര ചൂടുള്ള ദിവസമാണ് കേട്ടാ. ഇന്ന് ഭയങ്കര ചൂടുള്ള ദിവസമാണ്. ആകെ വേർത്ത് കുളിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നലെ മഴ പെയ്തില്ല. 2 ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു. പക്ഷെ ഇന്ന് നല്ല അടിപൊളി വെയിലെന്ന് വെച്ചാൽ അടിപൊളി വെയിലാണ്. ഇത് കഴിച്ച് കഴിയുമ്പോഴേക്കും ചേച്ചിയുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടാവണം. അപ്പം ആൽവിനുള്ള ബീഫ് കറി ഇങ്ങനെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. സനജാനും കൂടി വന്നു കഴിഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കും. അപ്പം അങ്ങനെ ബീഫ് ഞാൻ പാത്രത്തേക്ക് പകർത്തിയിട്ടാ. സെർലാസും ബീഫും കൊണ്ട് ഞാൻ മുകളിലേക്ക് പോകാൻ പോവാണ്. സന്ധ്യ എത്താൻ ലേറ്റായി പോകും. അപ്പോൾ ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കട്ടെ. അപ്പം ഇതും കൊണ്ട് നമുക്ക് മുകളിലേക്ക് പോകാം. അപ്പം അങ്ങനെ ദേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ ദേ പോകാൻ വേണ്ടി അവന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ സ്റ്റീവിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ദേ ഞാൻ ഹെൽമെറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ. അവൻ വന്ന് അവനോട് ഓൾറെഡി ബൈ പറഞ്ഞു അകത്ത് വെച്ച്. എന്നാലും ഒന്നും കൂടി ബൈ ഒക്കെ പറഞ്ഞ് ഹാപ്പി ജേണിയൊക്കെ പറഞ്ഞ് അവനും പോവാണ്. ഞാൻ സ്റ്റീവിനെ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം അഞ്ജലി പോകണില്ല. ചേച്ചിയും ചേട്ടനും ആൽവിനും കൂടിയാണ് എയർപോർട്ടിലേക്ക് പോണത്. അപ്പം ഇനി എന്നാണ് കാണണേ എന്നറിയില്ല. അപ്പം അങ്ങനെ അവന്തേ പോവാണേ. ബൈ ബൈ. ഓക്കെ.